സാലറി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ നെവർ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഹേ ഓൾ, അസ്സലാമു അലൈക്കും, ഹിയർ കംസ് ദ വീഡിയോ ദാറ്റ് ഐ ഹാവ് ടോക്ക്ഡ് അബൌട്ട് ഇൻ മൈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. അങ്ങനെ കുറേ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് റിക്വസ്റ്റിൽ. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും പേര് എന്തിനാ എനിക്ക് റിക്വസ്റ്റിൽ മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത്. 1-2 ആളുകളല്ല, അതിൽ കൂടുതൽ ആളുകൾ. പിന്നെ കുറേ പേര് നോട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ക്യാൻ ഡു, ഇറ്റ്സ് ബെറ്റർ, ഐ തോട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് ഇട്ട് 2 സ്റ്റോറി കണ്ടിട്ട് ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. ഇത്രയും സാലറി കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനും നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ ആണല്ലോ, എന്താ ചെയ്യുക. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ് ഈസ് ഓൾ സെക്കൻഡറി. നമ്മൾ അതൊക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ദാറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു കംപ്ലീറ്റ് ദിസ്. ഇനി 5.5 കൊല്ലം പഠിക്കുക അല്ലെങ്കിൽ 5 കൊല്ലം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. നമുക്കൊരു DR പ്രിഫിക്സ്, നമ്മുടെ പേരിൻ്റെ മുന്നിൽ ആ ഒരു DR വരുന്നത് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. എല്ലാവരും പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഡോക്ടേഴ്സ് ആവണമെന്നുണ്ടല്ലോ എന്നുള്ള കൺസെപ്റ്റുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ DR, ആ 2 വാക്ക് നമ്മളുടെ പേരിൻ്റെ മുന്നിൽ വരണം എന്നുണ്ടെങ്കിൽ പറയണത്ര സുഖമുള്ള കാര്യമില്ല. നല്ല കഷ്ടപ്പാട് തന്നെയാണ്. 5.5 കൊല്ലം ഇർഫാനത്ത് പറഞ്ഞ പോലെ അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പഠിച്ച കോഴ്സ് BDS ആണ്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത 2 സെക്ഷൻസും നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടാണ്. തിയറട്ടിക്കൽ സെക്ഷനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷനുണ്ട്. അറിയുന്നവർക്കറിയാം, അതായത് അതിലുണ്ടായിരുന്ന BDS പഠിച്ച ആളുകൾക്കറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ അവസാനം ആ ഒരു പോയിന്റിലേക്ക് എത്താന്ന്. ക്ലിനിക്കൽ ആൻഡ് തിയറട്ടിക്കൽ ബോത്ത് ബാലൻസിങ് ടുഗെദർ ഇസ് നോട്ട് ദാറ്റ് ഈസി. അത് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വരെ അറിയാം ഇറ്റ് ഈസ് ടഫ്, ഇറ്റ് ഈസ് ഹാർഡ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മൂവ് ഓൺ. നമ്മൾ കുറച്ചും കൂടി ബോൾഡ് ആകും നമ്മൾ പഠിക്കുമ്പോൾ. നമുക്ക് എത്രമാത്രം നമ്മൾ പഠിക്കുന്നു, നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് ദേ വിൽ ബി ആൻ ഈസ്. ആ ഒരു ഈസാണ് ആ DR എന്ന് പറഞ്ഞാൽ. സോ അതിന് നമ്മൾ വാല്യൂ കൊടുത്തേ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, പല ആളുകളും ചോദിക്കുന്നത് ഹോമിയോ ആണോ, അല്ലെങ്കിൽ ആയുർവേദമാണോ, അല്ലെങ്കിൽ BDS ആണോ, പല്ല് ഡോക്ടറാണല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ പ്രൊഫഷൻസ് ഏതുമാവട്ടെ, ഇപ്പോൾ പാരാമെഡിക്കലും ആവട്ടെ, അതിനാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള സബ്ജക്ട്സ് മാതിരിയല്ല. വി ആർ സ്റ്റഡിങ് അബൌട്ട് ഹ്യൂമൻ, വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ബീങ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ഇവർ പറഞ്ഞ മാതിരി തന്നെ സാലറീൻ്റെ കാര്യം, നമ്മൾ സൊസൈറ്റി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ സ്റ്റുഡൻസിനോടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കരുത് കുറച്ച് സാലറി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് മെഡിക്കൽ ഫീൽഡിൽ ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള അവസ്ഥ അതാണ്. അതായത് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. എല്ലാവരും പുറത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നു. മണി മാറ്റേഴ്സ്. ഇർഫാനത്തെ പറഞ്ഞ മാതിരി മണി മാറ്റേഴ്സ്. പൈസയാണ് നമുക്കെല്ലാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പൈസ നമുക്ക് കുറവാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളെ ചിന്തയെ നമ്മൾ മാറ്റും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം. അങ്ങനെ പുറത്ത് പോകണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ചില ആളുകൾ ഇവിടെ തന്നെ ക്ലിനിക്ക് ഇട്ട് അവരുടെ ക്ലിനിക്ക് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ നെവർ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ എന്തായാലും സ്റ്റെപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, എൻട്രൻസ് എഴുതി നമ്മൾ അതിലേക്ക് കയറി. പിന്നെ കുഹാസിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന ഏത് കോഴ്സും ആവട്ടെ, അത് നല്ല കഷ്ടപ്പാടാണ്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം എക്സാം എഴുതുന്ന സമയത്തും വി ആർ സ്റ്റഡിങ് സോ ഹാർഡ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൽ പാസ്സാവാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അത് ചെറിയ കാര്യമല്ല. മറ്റുള്ള യൂണിവേഴ്സിറ്റീസ് പോലെയല്ല കുഹാസ്. കുറച്ച് ലിബറൽ അല്ലാത്തൊരു യൂണിവേഴ്സിറ്റി. അതായത് അത് നല്ലതുമാണ്. കാരണം കുഹാസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. സോ അതൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട്, അതായത് എനിക്ക് മെസ്സേജ് അയച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഇയർ ആവട്ടെ, സെക്കൻഡ് ഇയർ ആവട്ടെ, ഏത് ഇയറും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഏത് ഫേസിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഷുഡ് ക്രിയേറ്റ് യുവർ ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് യു ഷുഡ് കം അപ്പ് വിത്ത് സംതിങ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്. ഇപ്പം എനിക്കാവട്ടെ, ഞാനിപ്പോൾ ഇൻറ്റേൺ ആണ്. ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഐ ഷുഡ് ഹാവ് എ പ്ലാൻ. അപ്പം ആ പ്ലാൻ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ
ലെറ്റ് ഇറ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തില്ലേ, ഇതുപോലും കിട്ടാത്ത ആളുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുക. സോ ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്, ബി ബ്ലെസ്ഡ്, യു ഓൾ ആർ ബ്ലെസ്ഡ്. സോ അത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും ട്രിക്സും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോമെൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. എന്തായാലും അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോസ്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മീ സൈനിങ് ഔട്ട്. ഫാത്തിമ.